ഏയ് ഏ? ആരാടാ അവള്? പേര് ഗീത. വളരെ നല്ല കുട്ടിയാ. അമ്മ ടീച്ചർ ആയിരുന്നുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാ വളർത്തിയത്. നമ്മുടെ കോളേജില് ഒരുപാട് പേര് ട്രൈ ചെയ്തതാ. ആർക്കും വർക്കൗട്ട് ആയില്ല. നീ ട്രൈ ചെയ്യുന്നത് വേസ്റ്റ് ആണ് മച്ചാ. അല്ല, നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിന്റെ പേഴ്സണാലിറ്റിക്ക് ചിലപ്പോ വീണേക്കും. ഏയ് അവനോട് വരാൻ പറ. രണ്ടുപേരും തമ്മിൽ ഇടിച്ചിട്ടുണ്ട്. ബുക്സ് എല്ലാം താഴെ വീണു നോക്കടാ. ആ ബുക്സ് ഒക്കെ വീണല്ലോ. ഇപ്പൊ അവൻ സോറി പറയും. സോറി. പറഞ്ഞു കഴിഞ്ഞു. ആ, അവളുടെ ബുക്കെല്ലാം ഇനി എടുത്തു കൊടുക്കുന്ന കണ്ടു. അതെ അണ്ണാ, അവര് പോവാണല്ലോ. പോവില്ലടാ. 2 സ്റ്റെപ്പ് വെച്ചതിന് ശേഷം ഋത്തിക് റോഷൻ സ്റ്റൈലിൽ സ്ലോ മോഷനിൽ തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നു? ഇതൊക്കെ ഇവിടെ എത്ര തവണ കണ്ടു മടുത്തതാ. എൻകരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി, രാക്ഷസി, രാക്ഷസി. അർജുൻ, അവൻ അബദ്ധം പറ്റിയതാ. നീ പോ. അവൻ അറിയാതെ സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് അർജുൻ, നീ പോ. ചെല്ല്. അവൻ ആരാന്ന് നിനക്കറിയോ? MP ദേവനായിഡുവിന്റെ മകനാ. അവൻ എന്ത് വിചാരിച്ചാലും ഈ കോളേജിൽ നടക്കും. എക്സ്ക്യൂസ് മീ. അവനെ എന്തിനാ അടിച്ചത്? അവൻ എന്നെയല്ലേ കളിയാക്കിയത്. അതിന് നിനക്കെന്താ? നീ ആരാ എന്റെ? എന്തിനാ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതിനു മുമ്പ് എന്റെ ദേഹത്ത് വന്ന് ഇടിച്ചു. ഇപ്പോഴേ എനിക്ക് വേണ്ടി ആരോടൊക്കെയോ അടി ഉണ്ടാക്കുന്നു. നാളെ ഇനി റെസ്റ്റോറന്റിൽ വരാൻ പറയല്ലോ. ഇങ്ങനെയുള്ള ചീപ്പായ ടെക്നിക്സ് ഒന്നും എന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. കറക്റ്റ്. നാളെ രാവിലെ റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാം. നീ വരും. ഹലോ. 9 o'clock. വാട്ട്? കോഫി ഡേ. എക്സ്ക്യൂസ് മീ. നീ റെസ്റ്റോറന്റിൽ വരാതിരുന്നെന്താ? ഞാനെന്തിനു വരണം? ഐ ലവ് യു. ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു. നീയും എന്നെ ലവ് ചെയ്തിരിക്കണം. 24 hours ഞാൻ നിനക്ക് തരുന്നു. ഇല്ലെങ്കിൽ